നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് തയ്യാറാക്കുന്ന റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബട്ടറൊക്കെ നല്ലതായിട്ട് തേച്ചതിന് ശേഷം അതിലേക്ക് ഇതിൻ്റെ സൈസ് തന്നെ കട്ട് ചെയ്ത് വെച്ച ബട്ടർ പേപ്പറാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. 3 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഈ പ്ലം കേക്ക് തയ്യാറാക്കുന്നത് ഓവനൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ. എന്നാൽ അതേ സെയിം ടെക്സ്ചറിൽ തന്നെയാണ് നമ്മുടെ കേക്ക് കിട്ടുന്നത്. ഞാനിവിടെ വേറൊരു കാര്യം കൂടെ ആദ്യം തന്നെ ഒന്ന് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിനകത്തുള്ള വെള്ളം ഊറ്റിയെടുക്കുവാണ്. പക്ഷേ ഞാനിവിടെ ഈ റൂമിൽ AC ഇട്ടുകൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതായിട്ട് കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് എല്ലാം നല്ല സോളിഡായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം എനിക്കധികം ഒന്നും ഫ്ലൂയിഡ് കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ അവസാനം ഞാൻ ജാറിൻ്റെ അടിയിൽ നിന്നൊക്കെ തോണ്ടി എടുത്തിട്ട് ഒരു ഇച്ചിരി ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ അല്പം ലിക്വിഡ് ഗ്ലൂക്കോസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കേക്ക് നല്ല മോയിസ്റ്റായിട്ട് കിട്ടുവേ. അപ്പം ലിക്വിഡ് ഗ്ലൂക്കോസ് എടുത്തതിന് ശേഷം അല്പം വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ അതും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ടറാണ്. ഞാനിവിടെ 100 ഗ്രാം ബട്ടർ എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ നന്നായി പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് പൊടിച്ച പഞ്ചസാരയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഡാർക്ക് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ പ്ലം കേക്കിൻ്റെ എസൻസ്, അതുപോലെ 1 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പ്ലം കേക്കിൻ്റെ എസൻസും അതുപോലെ ഓറഞ്ച് എസൻസും തികച്ചും ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവേ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓറഞ്ച് എസൻസ് നല്ലൊരു ഫ്ലേവർ കൊടുക്കുവേ. അപ്പോൾ ഞാനിവിടെ മൊത്തം 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കാരമൽ സിറപ്പാണ്. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പ്ലം കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ ട്രിക്കിൾ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച നമ്മുടെ ലിക്വിഡ് ഗ്ലൂക്കോസ് ആണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂണ് ഏലക്ക പഞ്ചസാരയുടെ ഒപ്പം പൊടിച്ചതും, പട്ട 1 ടീസ്പൂൺ പൊടിച്ചതും, അതുപോലെ തന്നെ നമ്മുടെ നട്ട്മെഗ് പൗഡർ അല്ലെങ്കിൽ ജാതിക്ക പൊടിച്ചതും, അതുപോലെ ഗ്രാമ്പു പൊടിച്ചതുമാണ്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചും നമുക്ക് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഡയറക്റ്റ് ഞാൻ ചേർക്കുകയാണ്. 1 പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ 2 or 3 പ്രാവശ്യം അരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫോൾഡ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഫോൾഡ് ചെയ്യാൻ അല്പം പാടായിരിക്കും, കാരണം ഇത് നല്ല കട്ടിക്കായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. ഇനി ഒരുപാട് കുറുകിപ്പോയെന്ന് തോന്നിയാൽ അല്പം കാരമൽ സിറപ്പോ ട്രിക്കിൾ സിറപ്പോ ചേർത്ത് ഒന്ന് ലൂസാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് തന്നെ അല്പം മൈദ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ, അതിനകത്തുനിന്ന് കുറച്ച് മൈദ ഇതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ റിച്ച് പ്ലം കേക്ക് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ 2 കപ്പ് അളവിലാണ് കേട്ടോ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ 1 കപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറച്ചും കൂടെ റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം പിന്നെ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് അല്പം സോഡാപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കണേ. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ വെന്ത് കിട്ടാനും അല്പം പാടാണ്, ഒരുപാട് സമയം എടുക്കും. ബാറ്ററൊക്കെ കേക്ക് ടിന്നിനകത്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. എയർ ബബിൾസ് വല്ലതും ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം ഞാനൊരു 4-5 കാഷ്യൂ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ സമയം തന്നെ ഞാനൊരു പാൻ എടുത്ത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റെങ്കിലും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട്
പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു പാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്റ്റവിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, അതാണ് ആദ്യം വെച്ചിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് അതെടുത്ത് മാറ്റി. അപ്പോൾ ഒരു റിങ്ങാണ് കേട്ടോ വെച്ചത്. ഇതൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞൊരു പാത്രം കമത്തി വെച്ചാലും മതിയാവും. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കേക്ക് ബാറ്റർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് 1 മണിക്കൂർ കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് ബേക്കായി കിട്ടാനായിട്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പം എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി നോക്കണേ. അപ്പോൾ പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബേക്കായി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ ഈ പാനിൽ നിന്ന് മാറ്റുവാണേ. ഇനി നമ്മുടെ പ്ലം കേക്ക് ചെറിയ ചൂടോടെ തന്നെ ഒരു ടൂത്ത് പിക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഒരല്പം റം എടുത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ അല്പം ചേർത്ത് കൊടുത്താൽ മതി, ഓവറായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ആറിയിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഫുള്ളായിട്ട് റാപ്പ് ചെയ്ത് ഇങ്ങനെ തന്നെ വെക്കാം. ഞാൻ ഈ റം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പ്രോസസ്സ് 3 ദിവസം ചെയ്തായിരുന്നേ. 4-5 ദിവസത്തിന് ശേഷം മാത്രമേ കേക്ക് കട്ട് ചെയ്യാവേ. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് നമ്മൾ പ്ലം കേക്ക് കിട്ടത്തുള്ളൂ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിലാണ് നമ്മുടെ പ്ലം കേക്ക് ഉള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്ര നല്ല ടേസ്റ്റാണെന്ന്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ പ്ലം കേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.